إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പിൻപറ്റുകയും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും പാലിക്കുകയും ചെയ്ത് മുസ്ലിങ്ങളായി മുവഹിദുകളായി മരണം വരിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി മരണം നമ്മെ പിടികൂടുന്നതിന് മുമ്പ് അവന്റെ ദീനിനോട് ഭക്തിയുള്ളവരായി മുസ്ലിങ്ങളും ഈമാനുള്ളവരുമായി മരണം വരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ആരാധനാകർമ്മമായ നമസ്കാരത്തെ സംബന്ധിച്ചാണ് വളരെ അനിവാര്യമായ ചില കാര്യങ്ങളെ നാം ഉണർത്തിവരുന്നത്. അല്ലാഹുവുമായുള്ള ഹൃദയ സാന്നിധ്യവും കൊണ്ട് ജീവിതത്തിന് ആശ്വാസം പകരുന്ന ഒന്നായിരിക്കണം നമസ്കാരം എന്നതാണ് നാം ചർച്ച ചെയ്തത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ജീവിതത്തിന്റെ ആഹ്ലാദപൂർണമായ ഒരു സന്ദർഭമായി അല്ലാഹുവുമായുള്ള ആത്മസംഭാഷണത്തിന് ലഭിക്കുന്ന ആനന്ദകരമായ ഒരു മുഹൂർത്തമായി നമസ്കാരത്തെ ബാങ്കിലൂടെ അറിയിച്ചു തരണം എന്ന് പറഞ്ഞതാണ് നാം ചർച്ച ചെയ്തത്. സത്യവിശ്വാസികളായ ആളുകൾ, അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പ്രധാനമായ ചില സവിശേഷതകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമായ ഒരാൾ നമസ്കരിക്കുന്നവനാണ് എന്ന് പറയുന്നതിനു പകരം തന്റെ നമസ്കാരത്തിൽ പാലിക്കേണ്ട ശ്രദ്ധയെയും സവിശേഷതയെയും സംബന്ധിച്ചാണ് ഖുർആൻ ഉണർത്തിയിട്ടുള്ളത്. അതിലൊന്നാണ് ദാഇമൂൻ എന്നത്. ഫീ സ്വലാത്തിഹിം ദാഇമൂൻ, ഇടതടവില്ലാതെ സമയബന്ധിതമായി കൃത്യതയോടെ നിത്യമായി നമസ്കാരത്തെ അവർ നിർവഹിക്കുന്നവരാണ്. 2 ഖാശിഊൻ, പൂർണ്ണമായും നമസ്കാരത്തിലൂടെ
അവരുടെ ജീവിതത്തിലേക്ക് ഭക്തി ഉണ്ടാകുന്നതാണ്. നമസ്കാരം വഴി സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് ഖുശൂ ലഭിക്കുന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, അവന്റെ ഹൃദയത്തിൽ ഭക്തിയുണ്ടെങ്കിൽ ലൗ ഖശഅ ഖൽബുൻ ലഖശഅത് ജവാരിഹു. അവൻ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിൽ ഭക്തിയുണ്ടെങ്കിൽ, ഖുശൂ ഉണ്ടെങ്കിൽ, ഭക്തി ഖുശൂ എന്നൊക്കെ പറയുന്നത് ഒരു കാര്യം എങ്ങനെയാണോ ചെയ്യേണ്ടത് അതങ്ങനെ ചെയ്യുന്നതിനാണ് ആ ഭാഗം ഉപയോഗിക്കുക. എന്തൊക്കെയാണോ അതിലുണ്ടാകേണ്ടത് അതെല്ലാം അതിലുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെയാണോ ഒഴിവാക്കേണ്ടത് അതൊന്നും അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുമില്ല. ആ അർത്ഥത്തിൽ ഒരു കാര്യം നിർവഹിക്കുന്നു. അങ്ങനെ ഖുശൂഓടുകൂടി നമസ്കാരം നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ, അവനിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായ ഒന്ന്, ജീവിതത്തിലും നമസ്കാരത്തിലും ഉണ്ടാകേണ്ട ഒന്ന്, അത്തുമഇനീന. സാധാരണ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ദീർഘമായി ചർച്ച ചെയ്ത ഒരു ഭാഗമാണത്. നമസ്കാരം അടക്കവും ഒതുക്കവും ഉള്ളതായിരിക്കണം. പ്രവാചകന്റെ സംവിധാനത്തിൽ വന്ന് പള്ളിയിൽ നമസ്കാരം നിർവഹിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 4 തവണ ഒരേ നമസ്കാരം നിർവഹിക്കാൻ റസൂലുള്ള പറഞ്ഞത് ഹദീസിലുണ്ട്. ഇന്നകലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല എന്നാണ് പ്രവാചകൻ അയാളോട് മറുപടി പറയുന്നത്. തക്ബീർ മുതൽ സ്വലാത്ത് വരെയുള്ള നമസ്കാരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു വേള നിർവഹിച്ച, പ്രാർത്ഥനകൾ നിർവഹിച്ച ആളു തന്നെയാണ്. പക്ഷെ അയാളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു നമസ്കരിക്കാൻ, അതേ നമസ്കാരം നിർവഹിക്കാനാണ് റസൂലുള്ളാഹി ആവശ്യപ്പെടുന്നത്. കാരണം അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണത അവൻ പൂർത്തീകരിക്കാതിരിക്കുകയും അടക്കവും ഒതുക്കവും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന കാര്യമാണ്. നമ്മുടെ നമസ്കാരം ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്നറിയണമെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് സ്വയം ഒന്ന് കണ്ടാൽ മതി. പലതും നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നവരാണല്ലോ. നമ്മളറിയാതെ ഒരാളെ കൊണ്ടൊന്ന് റെക്കോർഡ് ചെയ്യിപ്പിച്ച് നമ്മളതൊന്ന് കണ്ടാൽ മതി. എന്റെ കൈ എവിടെയൊക്കെയാണ് നമസ്കാരത്തിൽ ചലിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയൊക്കെയാണ് എന്റെ നമസ്കാരത്തിന്റെ ആകാരം, അതിന്റെ അനുഷ്ഠാനം ഞാൻ നിർവഹിക്കുന്നത്, എന്റെ കണ്ണ് എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് ഞാൻ സുജൂദിലേക്ക് പോകുന്നത്, ഉയരുന്നത്, ഇതൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുമല്ലോ. അവിടെ അതിപ്രധാനമായി ഉണ്ടാകേണ്ട ഒന്ന് അത്തുമഇനീന, അടക്കവും ഒതുക്കവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഭാഗമാണ് കഴിഞ്ഞ ഖുതുബയുടെ അവസാനത്തേതിൽ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്ത് എന്നെനിക്ക് ബോധ്യമാകണം. അങ്ങനെ ബോധ്യമാകുന്ന ഒരാൾക്കു മാത്രമേ നമസ്കാരത്തിൽ ഭക്തി നിർവഹിക്കാനും അടക്കവും ഒതുക്കവും നിർവഹിക്കാനും കഴിയൂ. അതുകൊണ്ട് നമസ്കാരത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയുന്നത് എന്താണ് എന്ന് നാം ഗ്രഹിക്കണം. അതിലൊന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. നമസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ തലങ്ങളിലും പ്രാർത്ഥനാഭാവമുണ്ട്. എല്ലാം പ്രാർത്ഥനയല്ല, പ്രാർത്ഥനാപൂർവം നിർവഹിക്കുന്ന ഒരു ആരാധനയാണ് എന്ന നിലയ്ക്ക് എല്ലാ വാക്കുകളും പ്രാർത്ഥനയല്ല. മറിച്ച് നമസ്കാരത്തിൽ ഉള്ള ഒരു ഭാഗം പ്രാർത്ഥനയാണ്. അതിൽ ഏറ്റവും ചെറിയ സമയം മാത്രം എടുത്തുകൊണ്ട് ഞാനും നിങ്ങളും നിർവഹിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് പ്രാർത്ഥനയുടെ പരമമായൊരു തലമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതുപോലെ നിങ്ങളും നമസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അങ്ങനെ തന്നെയാണ് നമസ്കരിക്കേണ്ടത്. ആ നമസ്കാരത്തിൽ പ്രാർത്ഥനയുടെ അംശം വരുന്നു. അല്ലാഹു അക്ബർ പ്രാർത്ഥനയല്ല. വജ്ഹതു വജ്ഹിയ അല്ലാഹുമ്മ ബാഇദ് ബൈനി,
ചില ഭാഗങ്ങൾ പ്രാർത്ഥനയുണ്ട്, ബാക്കി പ്രാർത്ഥനയല്ല. അൽഹംദുലില്ലാ അർറഹ്മാൻ മാലിക് യൗമിദ്ദീൻ പ്രാർത്ഥനയല്ല. അതിൽ പ്രാർത്ഥനയില്ല എന്നല്ല, അത് പ്രാർത്ഥനയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. യഹ്ദിന അവിടെ പ്രാർത്ഥനയാണ് വന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. പിന്നെ നമ്മൾ പാരായണം ചെയ്യുന്നു, സുജൂദ് റുകൂഇലേക്ക് പോകുന്നു. റുകൂഇലുള്ളത് പ്രാർത്ഥനയല്ല. റുകൂഇൽ നിന്ന് എഴുന്നേൽക്കുന്നു, റബ്ബനാ ലക്കൽ ഹംദ് പ്രാർത്ഥനയല്ല. സുജൂദിലേക്ക് പോകുന്നു, സുബ്ഹാന റബ്ബിയൽ അഅല അല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയല്ല. അത് നേർക്കുനേരെ ഇടയിലെ ഇരുത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിന്റെ മുച്ചൂടും അതിന്റെ ആദ്യാവസാനങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായ ഭാഗമാണ് അവിടെ രേഖപ്പെടുത്തിയത്. തന്റെ നമസ്കാരത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമുള്ളത് റബ്ബിനോട് ഞാൻ തേടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമുള്ള തേട്ടമാണ്, കൂട്ടിച്ചേർത്തു പറയലല്ല. ഒരു മനുഷ്യൻ ഇടയിലെ ഇരുത്തത്തിൽ ഉപയോഗിക്കുന്ന സമയം എത്രയാണ്? ഞാനും നിങ്ങളും നമസ്കരിക്കുന്നവരാണ്. എത്ര സമയം വേണം എനിക്ക് ഇടയിൽ ഇരുക്കാൻ? 2 സുജൂദുകൾക്കിടയിലുള്ള ഒരു ഇരുത്തത്തിന് എത്ര സമയം വേണം? നമസ്കാരം എന്ന് പറയുന്ന അതിപ്രധാനമായ കർമ്മത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതാരംഭം മുതൽ അവസാനം വരെയുള്ള ഉണ്ടാകേണ്ട എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനയുടെ അംശങ്ങളും പൂർണ്ണമായ അർത്ഥത്തിൽ സമ്മേളിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഭാഗമാണ് ഇടയിലെ ഇരുത്തത്തിലുള്ളത്. മനസ്സറിഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ ആ പ്രാർത്ഥന നിർവഹിക്കുന്നുവെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് പോലും അത് പൂർത്തീകരിക്കാൻ അവന് കഴിയില്ല. 7 കാര്യങ്ങൾ പറയുന്നിടത്ത് 7 സെക്കൻഡോ അല്ലെങ്കിൽ 14 സെക്കൻഡോ മാത്രമേ ആവശ്യമുള്ളൂ അത് പറയാൻ. പക്ഷെ അതിനകത്ത് കിടക്കുന്ന അതിന്റെ ഗാംഭീര്യം, അതിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം, അതിന്റെ ആശയം, അതിന്റെ അർത്ഥതലം, അതുവഴി ഉണ്ടായിത്തീരുന്ന സത്യവിശ്വാസിയുടെ ഒരു മനസ്സിലുള്ള മാറ്റം, പ്രതിഫലനം, ഇവയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അവൻ ഇടയിലേക്ക് ഇരിക്കുന്നത് എങ്കിൽ അതിശക്തമാണത്. സമയമെടുത്ത് നിതാന്ത ജാഗ്രതയോടെ ഖുശൂ നഷ്ടപ്പെടാതെ അല്ലാഹുവുമായുള്ള ആത്മസംഭാഷണത്തിൽ ഞാൻ മുഴുകിയിരിക്കുന്നു എന്ന ഹൃദയബോധ്യത്തോടുകൂടി അവൻ പറയും, അല്ലാഹുമ്മ ഗഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആ സകലം തന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്ത തെറ്റിനുള്ള പരിഹാരം തേടലാണ്, ഇസ്തിഗ്ഫാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംവിധാനത്തിൽ സഹാബികളിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് എന്നെ ഒന്ന് ഉപദേശിക്കണം, ചെറുതായിരിക്കണം ഉപദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ നമസ്കാരം സ്വലാത്ത മുബദ്ദ, ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നൊരു നമസ്കാരമായി നിനക്കത് നമസ്കരിക്കാൻ കഴിയണം. 1:30 വിചാരണ തടവുകാരനായി പിടിക്കപ്പെട്ട് പിന്നീട് മനസാന്നിധ്യവും മനസ്സിന്റെ തിന്മകളിൽ നിന്നുള്ള മോചനവും നേടിയിട്ടുള്ള ഒരു നല്ല മനുഷ്യന് നിയമത്തിന്റെ പരിധിയിൽ അവനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ അവന് പിന്നെ പടച്ചവനുമായുള്ളൊരു നമസ്കാരമില്ല, അല്ലാഹുമായി ഒന്ന് സുജൂദിൽ പോകാനുള്ള ജീവിക്കുന്ന കാലമില്ല. അവന്റെ അവസാനത്തെ 2 റക്അത്തിന്റെ നമസ്കാരം എത്രയായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുൻ സ്വലാത്തക സ്വലാത്ത മുബദ്ദ, ഈ ലോകത്തിൽ നിന്ന് അവസാനമായി നിർവഹിക്കാനുള്ള സ്വലാത്തായിരിക്കണം നീ നമസ്കരിക്കുന്ന ഓരോ സ്വലാത്തും എന്ന ബോധ്യത്തിൽ നീ നിർവഹിച്ചാൽ അതിന് തുമഅനീന, അടക്കവും ഒതുക്കവും എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്റെയും നിങ്ങളുടെയും നമസ്കാരത്തിൽ എത്രയാണ് ഞാൻ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്? ഒരു വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ പോയി നമ്മളൊരു കാര്യം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോ എന്റെ കണ്ണുകൾ അവിടെയുള്ള ഓരോ ചിത്രങ്ങളിലേക്കോ രേഖകളിലേക്കോ ഒട്ടിച്ചു വെച്ച കടലാസുകളിലേക്കോ പതിക്കില്ല. അയാളോട് സംസാരിക്കുന്ന സമയത്ത് എന്താണ് കാര്യം അത് അലസമായി പറയില്ല. അയാൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും എന്റെ കണ്ണിലോ എന്റെ കാഴ്ചയിലോ കടന്നു വരില്ല. കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുമ്പോ
ആ സംസാരം ഒരു 30 ഇഞ്ച് താഴേക്ക് വന്നാൽ അവന്റെ വ്യക്തിത്വം നശിക്കും. അത്രമേൽ അപകടകരമായ നോട്ടമായി അതിനെ പരിഗണിക്കും. സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമായിരിക്കും. ഞാൻ പറയുന്നത്, ഈ അണ്ടകടാഹത്തെയാകെ പടച്ചു പരിപാലിച്ച് ജീവിതത്തിന്റെ ഓരോ ശ്വാസങ്ങളിലും എനിക്ക് സംരക്ഷണം നൽകി എന്നെ ഘട്ടം ഘട്ടമായി വളർത്തിയെടുക്കുന്ന റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുകയാണ്. ആ ഇരുത്തമോ അതിപ്രധാനമായ 2 ദൗത്യങ്ങൾക്കു ശേഷം ദൗത്യത്തിനിടയിലാണ്. മഹാനായ റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്റെ കൂടെ ഏതു സമയത്തും ഉണ്ടാകുന്ന എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ്. എന്താ നിനക്ക് ആവശ്യമുള്ളത്? അത് നീ പറയ്, ഞാൻ പടച്ചവനോട് പറയാം, അല്ലെങ്കിൽ മറുപടി പറയാം. റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക അൽ മുറാഫഖ ഫിൽ ജന്ന. എനിക്ക് റസൂലേ ഒന്നും വേണ്ട, ദുനിയാവിൽ നിങ്ങളുടെ കൂടെയാണ് ഞാൻ പലപ്പോഴും നടക്കാറുള്ളത്. നിങ്ങളുടെ സഹചാരിയും നിങ്ങളുടെ സഹകാരിയുമാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പരലോകത്ത് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ വേണം. മുറാഫഖ, നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കാനുള്ളൊരവസരം എനിക്ക് നൽകണം. അതിനുവേണ്ടി അങ്ങെന്താണ് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഇന്നി, നീ എന്നെ സഹായിക്കണം. അഇന്നി, എങ്ങനെയാണ് ആ സഹായം? ബികത്രത്തി സുജൂദ്, സുജൂദ് അർപ്പിച്ചുകൊണ്ടായിരിക്കണം നീ പ്രാർത്ഥിക്കേണ്ടത്, എന്നെ സഹായിക്കേണ്ടത്. സുജൂദിന് അത്രമേൽ പ്രാധാന്യമാണ്. ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ മുമ്പിൽ കുമ്പിടുന്നുവെങ്കിൽ വിനയത്തിന്റെ പരമഭാവമാണത്. ആ കുമ്പിടൽ ഒന്നുകൂടി താഴേക്ക് പോയി നിലത്ത് മുഖം കുത്തുകയാണ് അയാൾ ചെയ്യുന്നത്. വിനയത്തിന്റെയും അംഗീകാരത്തിന്റെയും അടിമ എന്ന നിലക്കുള്ള വിധേയപ്പെടലിന്റെയും പരമമായ ഭാഗമാണത്. അതിനപ്പുറത്ത് ഈ ഭൂമിയോളം ഇനി അപ്പുറത്തേക്ക് താഴാൻ മനുഷ്യന് കഴിയില്ല. അവൻ സുജൂദിൽ വീഴുന്നത് പടച്ചവന്റെ മുമ്പിലാണ്. ആ പടച്ചവന്റെ മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് പടച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സന്ദർഭമാണത്. നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലുള്ള പ്രാർത്ഥനയിൽ പടച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സന്ദർഭം തന്റെ അടിമ സുജൂദിൽ വീഴുമ്പോഴാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ധാരാളമായി സമ്മാനിച്ച് സ്വീകരിച്ച് ഒരു സുജൂദിൽ നിന്ന് അവൻ എഴുന്നേൽക്കുകയാണ്. നോക്കൂ, ഏറ്റവും ഇഷ്ടമുള്ളൊരു കർമ്മം ചെയ്തിട്ടാണ് പടച്ചവന്റെ മുമ്പിലേക്ക് ഒന്നുകൂടി അയാൾ എഴുന്നേൽക്കുന്നത്. എന്നിട്ട് അയാൾ പറയും, അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ പടച്ചോനെ. ആ ഇടയിലെ ഇരുത്തത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെയും അയാൾ പോകുന്നത് പടച്ചവന്റെ ഈ ദുനിയാവിൽ നേടിയെടുക്കാൻ കഴിയുന്നതിന്റെ പരമമായ വിധേയപ്പെടലിലേക്കാണ്, 2ാമത്തെ സുജൂദിലേക്കാണ്. 2 സുജൂദുകൾക്കിടയിലാണ് പടച്ചവൻ നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയെ ക്രമീകരിച്ചു വെച്ചത്. അതിനപ്പുറത്തൊരു പ്രാർത്ഥന നമസ്കാരത്തിലില്ല, അത്ര എണ്ണമില്ല. നൂറ്റാണ്ടുകൾ വിശദീകരിച്ചാലും തീരാത്ത അർത്ഥങ്ങളോടുകൂടിയിട്ടാണ് റസൂൽ അത് പഠിപ്പിച്ചു തന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി, ദീർഘിപ്പിക്കുന്നില്ല. അതിലേക്ക് ചേർത്തിട്ട് നമ്മുടെ പാഠങ്ങളെയും അറിവുകളെയും എടുത്തു വെക്കുക. പടച്ചോനെ നീ പൊറുക്കണേ, നീ പൊറുക്കണേ. ചെയ്യാൻ പാടില്ലാത്തൊരപരാധം ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത്, മേലുദ്യോഗസ്ഥന്റെ അടുക്കലെത്തി എന്നെ ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അയാളോട് എന്താ പറയാ? പൊറുക്കണം, മാപ്പാക്കണം. അഹങ്കാരത്തോടെയാണോ? അലസമായിട്ടാണോ? പറയുന്ന വാക്കറിയാതെയാണോ? ഞാൻ ആരാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടാതെയാണോ? അങ്ങനെയൊന്നുമല്ലല്ലോ പറയാ. പൊറുക്കണേ എന്ന് പറയുന്നതിൽ എന്തുമാത്രം മനസ്സാന്നിധ്യം ആവശ്യമാണ്. സുജൂദിലിടയിലെ ഇരുത്തത്തിൽ നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജൂനി അസ്സലാമു അലൈക്കും, എത്ര പെട്ടെന്ന് അത് തീരുന്നത്. അടക്കവും ഒതുക്കവും നിർവഹിച്ച 1ാമത്തെ പ്രാർത്ഥന അവൻ ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് പടച്ചവൻ പുറത്തു തന്നാൽ മാത്രം പോലെ അല്ലാഹുവിന്റെ കാരുണ്യം എനിക്ക് വേണം. വർഹംനി, മുകളിലേക്ക് പോയ ശ്വാസത്തെ തിരിച്ചെടുക്കാൻ പടച്ചവന്റെ കാരുണ്യം വേണം. തുറന്നുവെച്ച വായ അടയാൻ പടച്ചവന്റെ കാരുണ്യം വേണം. കാണാൻ വേണ്ടി കണ്ണു തുറന്നാൽ അത് അടയണമെങ്കിൽ പടച്ചവന്റെ കാരുണ്യം വേണം. ഉയർത്തിയ കൈ താഴണമെങ്കിൽ പടച്ചവന്റെ കാരുണ്യം വേണം. അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ ഈ ദുനിയാവിൽ
ഒരു നിമിഷത്തിലും ജീവിക്കാൻ നമുക്ക് കഴിയില്ല. എന്നെക്കുറിച്ച് ഞാൻ അലസമാകാറുണ്ട്, എന്നെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാതിരിക്കാറുണ്ട്. എന്റെ രോഗത്തെയും എന്റെ ആരോഗ്യത്തെയും എന്റെ ഭക്ഷണത്തെയും എന്റെ യാത്രയെയും എന്റെ വാഹനത്തെയും എന്റെ ജോലിയെയും ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ നോക്കാതിരിക്കുന്ന ഘട്ടമുണ്ടാകും. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറക്കളക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് ഇല്ല. എന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഉറക്കളച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, നിദ്രയോ മയക്കമോ നിദ്രാമയക്കമോ ബാധിക്കാത്ത വിധത്തിൽ ഈ ലോകത്തെ ആകമാനം നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ ജാഗ്രതയോടെ നിരീക്ഷിച്ച് ഒന്നാം ആകാശത്തിൽ നിന്ന് രണ്ടാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു പടച്ച തമ്പുരാൻ. നമ്മൾ പറയുന്നത്, പടച്ചോനെ വർഹംനി, എനിക്ക് കാരുണ്യം ചെയ്യണം, കാരുണ്യം ചെയ്യണം. അതീവ ഗുരുതരമായ ഓപ്പറേഷന് വേണ്ടി ഒന്നുകിൽ ടേബിൾ ഡെത്ത് എഴുതിക്കൊടുത്ത് ഒപ്പിട്ടതിന് ശേഷം 12:25 ടേബിൾ ഡെത്ത് ഒപ്പിട്ട് 1 മണിക്ക് 1:30 ഓപ്പറേഷനാണ് എന്ന് ബോധ്യമുള്ളൊരു ഘട്ടത്തിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പ്രിയപ്പെട്ട ബന്ധുവിനെയോ ഭാര്യയെയോ അടുപ്പമുള്ള ഒരാളെയോ കിടത്തിയിട്ട് ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ഞാനും നിങ്ങളും നമസ്കരിച്ചാൽ വർഹംനി എന്ന പദത്തിന് പിന്നെ ബാക്കി പൂർത്തീകരിക്കാൻ കഴിയാത്തത്ര അർത്ഥമുണ്ടാകും. പടച്ചോനെ നീ കരുണ ചെയ്യണം. എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, വൈദ്യശാസ്ത്രം വിട്ടഴിഞ്ഞിട്ടുണ്ട്. എന്റെ ഉപ്പയെ എനിക്ക് തിരിച്ചു കിട്ടണം, എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം, എന്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു കിട്ടണം. വർഹംനി, പടച്ചോനെ നീ എനിക്ക് കാരുണ്യം നൽകണം. മൂന്നാമതായി പറയുന്നു, വജ്ബുർനി, എനിക്ക് നീ സംരക്ഷണം പ്രദാനം ചെയ്യണം, എനിക്ക് നീ സംരക്ഷണം പ്രദാനം ചെയ്യണം. എന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നിന്റെ കാവലും കരുതലും ഉണ്ടാകണം. നഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് നഷ്ടപ്പെടുത്താൻ നിനക്ക് കഴിയും, തിരിച്ചു നൽകാനും കഴിയും. അതിനിടയ്ക്ക് എന്റെ ജീവിതത്തിന് കരുത്തായി, താങ്ങായി, തണലായി പടച്ചോനെ നീ ഉണ്ടാകണം. വർഫഅനി, ഭൗതികവും പാരത്രികവുമായ ഉയർച്ച എനിക്ക് പ്രദാനം ചെയ്യണം. എന്റെ ജോലിയിൽ എനിക്ക് ഉയർച്ചയുണ്ടാകണം, എന്റെ ആയുരാരോഗ്യത്തിൽ എനിക്ക് ഉയർച്ചയുണ്ടാകണം. വർസുഖ്നി, വർസുഖ്നി, ഞാനും നിങ്ങളും ജോലി കഴിഞ്ഞ് ഇടക്ക് നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോ വർസുഖ്നി, പടച്ചോനെ നല്ല റിസ്ഖ് എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ, ആ അർത്ഥത്തിൽ ജോലിക്കിടയിൽ വന്ന് നമസ്കരിക്കുമ്പോ, പകൽ ളുഹുറും അസ്റും നമസ്കരിക്കുമ്പോ വർസുഖ്നി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഞാനുമായി എത്ര ബന്ധമുണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവിടെ നിൽക്കും ആ പ്രാർത്ഥന. വർസുഖ്നി വഹ്ദിനി, വഹ്ദിനി, പടച്ചോനെ എനിക്ക് മാർഗദർശനം നൽകണം. ഹിദായത്താകുന്ന മാർഗദർശനവും ജീവിതത്തിൽ ലഭ്യമാകേണ്ട മറ്റുള്ള മാർഗദർശനവും ഒക്കെ പടച്ചോനെ നീ പ്രദാനം ചെയ്യണം. ഇസ്തിഗ്ഫാറും റഹ്മത്തും സംരക്ഷണവും ഉയർച്ചയും ഉപജീവനവും സന്മാർഗവും എനിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് എങ്കിലും വഹാഫിനി, എനിക്ക് നീ ആയുരാരോഗ്യം നൽകണം. മനസ്സ് കൊതിക്കുന്നു, പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല. മനസ്സാഗ്രഹിക്കുന്നു, ഒന്ന് ഇറങ്ങി പുറപ്പെടണം അല്ലാഹുവിന്റെ ദീനിൽ, കഴിയുന്നില്ല. എന്റെ അകത്തുള്ള അവയവങ്ങൾ പലതും പണിമുടക്കി കിടക്കുകയാണ് പടച്ചോനെ. ആരോഗ്യത്തിന് വേണ്ടി വആഫിനി, എനിക്ക് ആയുരാരോഗ്യം നൽകണേ പടച്ചോനെ. വഅഫ് അന്നി, വഅഫ് അന്നി, എന്റെ എല്ലാ തിന്മകളും പൊറുക്കുകയും മായ്ച്ചു കളയുകയും തെറ്റില്ലാത്തവനായ അല്ലാഹുവിന്റെ കോടതിയിൽ നീ എന്നെ ഹാജരാക്കുകയും ചെയ്യണമേ. എത്ര നേരം വേണം ഇത് പ്രാർത്ഥിക്കാൻ? 7 പ്രാർത്ഥിക്കാൻ 14 സെക്കൻഡ് മതി. പക്ഷേ അർത്ഥമറിഞ്ഞ് ഗൗരവം മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോ, അടക്കവും ഒതുക്കവും നിർവഹിച്ച് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന വഴി അവന് ലഭിക്കുന്ന വല്ലാത്തൊരു കരുത്തുണ്ട്, ഒരാശ്വാസമുണ്ട്, ഒരാനന്ദമുണ്ട്. ഞാൻ പടച്ചവനോട് എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നൊരു മനസ്സിന്റെ സമാധാനമുണ്ട്. അള്ളാന്റെ കൂടെ നിൽക്കും എന്ന മനസ്സിന്റെ ഒരു ദൃഢപൂർപ്പുണ്ട്. അള്ളാഹു നമ്മേവരെയും ആ അർത്ഥത്തിൽ ജീവിതത്തിന് കാരുണ്യവും തണലും പ്രദാനം ചെയ്യുന്ന തരത്തിൽ തെറ്റുകൾ പുറത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ സ്വർഗം കൊണ്ട് അനുഗ്രഹീതമാകുന്ന തരത്തിൽ നമസ്കാരത്തെ പരിഗണിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين
ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാം പറഞ്ഞത് നമസ്കാരത്തിലുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിലെ ആദ്യത്തെ ഒരു ഭാഗമാണ്. ആദ്യത്തെ ഭാഗം എന്നത് പ്രാർത്ഥന, നേർക്കുനേരെയുള്ള ഒരു പ്രാർത്ഥനയാണ്. അവന്റെ നമസ്കാരം രണ്ടാമതായി തശഹുദിലേക്ക് പോകുമ്പോൾ, അവസാനത്തെ അത്തഹിയ്യാത്തിലേക്ക്, രണ്ടാമത്തെ അത്തഹിയ്യാത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ചില ഭാഗങ്ങളിൽ അവന് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അതാണ് ഒന്നാമത്തേത്. പടച്ചോനെ, നിന്നോടുള്ള എന്റെ വിളി അത് അത്ര ആത്മാർത്ഥമായി എനിക്ക് നിർവഹിക്കാൻ കഴിയണം എന്നത്. രണ്ടാമത്തേത് നമസ്കാരത്തിലുള്ള ഭാഗം എന്ന് പറയുന്നത് അത്തഅദീം അല്ലെങ്കിൽ ദുആഉൽ ഇബാദ, പുകഴ്ത്തലാണ്, വാഴ്ത്തലാണ്. അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അല്ലാഹു അക്ബർ, പടച്ചവനെ പുകഴ്ത്തലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. ഈ പുകഴ്ത്തിപ്പറയുക എന്ന് പറയുന്നത് രണ്ടു ഭാഗമായിട്ട് പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് സാധാരണ നേർക്കുനേരെയുള്ള പടച്ചവന്റെ കഴിവിനെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെയും, അസ്മാഉ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളിൽ പ്രത്യേകമായി പരാമർശവിധേയമായിട്ടുള്ള വിഷയങ്ങളെയും സംബന്ധിച്ചുള്ള പുകഴ്ത്തലാണ്. നാം ഒരാളെ പുകഴ്ത്തണം എങ്കിൽ, അയാളെ വാഴ്ത്തണം എങ്കിൽ തീർച്ചയായും എന്നെക്കാൾ എത്രയോ മുകളിലാണ് എന്ന ബോധ്യമുണ്ടാകണം. അയാളുടെ തണലിലും അയാളുടെ സംരക്ഷണത്തിലുമായിരിക്കണം നമ്മൾ കഴിയേണ്ടത്. അത്തരമൊരു ഘട്ടത്തിലാണ് ഭൗതികമായി നമ്മൾ മറ്റൊരാളെ പുകഴ്ത്തുന്നത്, വാഴ്ത്തുന്നത്. അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തുന്നു. ജീവിതത്തിന്റെ ഓരോ ഭാഗവും ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പരിശോധനാ വിധേയമായാൽ നമുക്ക് പുകഴ്ത്തുന്നതിന്റെ, തസ്ബീഹിന്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വാഴ്ത്തുന്നതിലെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിനെ തഹിയ്യത്ത്, അഭിവാദ്യം ചെയ്യുക എന്നതാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അഭിവാദ്യം ചെയ്യുന്ന, ആശംസകൾ പറയുന്ന ഭാഗമുണ്ട്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു. അത്തഹിയ്യ, തഹിയ്യ എന്ന് പറഞ്ഞാൽ പ്രകീർത്തനമാണ്, ആശംസിക്കലാണ്. അസ്സലാം, സലാം, സമാധാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രദാനം ചെയ്യാനുള്ള പ്രാർത്ഥനാഭാവമാണ്. ഇതൊക്കെ നമസ്കാരത്തിലുള്ള പുകഴ്ത്തുക എന്ന് പറയുന്ന രണ്ടാമത്തെ ഘടകത്തിൽ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനമായ ഭാഗമാണ്. തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്ത് എന്ന തശഹുദിന്റെ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മളൊരു ദുആ ചെയ്യുകയല്ല, അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്. ആ ഭാവം നമുക്കുണ്ടാകണം. സുബ്ഹാന റബ്ബിയൽ അഅല. ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഓരോ ഭാഗവും ഇങ്ങനെ എടുത്തെടുത്ത് മനസ്സിന് ഓർമ്മ ലഭിച്ച് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ റുകൂഇലേക്ക് പോകുമ്പോ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമ്പോ, പടച്ചോനെ, നീ പരമപരിശുദ്ധനാണ്, നീ പരമപരിശുദ്ധനാണ്, എല്ലാ സ്തോത്ര കീർത്തനങ്ങളും നിനക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുകയാണ് എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അറിഞ്ഞുകൊണ്ട് ആ വാക്കുച്ചരിക്കുമ്പോ വല്ലാത്തൊരു കൗതുകവും വല്ലാത്തൊരു കരുത്തും വല്ലാത്തൊരു ആത്മാർത്ഥതയും നമ്മുടെ നാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നനയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ജനവിഭാഗങ്ങളെ വേർതിരിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ജീവിതത്തിന്റെ സംരക്ഷണവും നൽകി മനുഷ്യ സമൂഹത്തിന് ആശ്വാസം പ്രദാനം ചെയ്യാവുന്ന തരത്തിൽ സാഹചര്യങ്ങളെ, യുദ്ധ സാഹചര്യങ്ങളെ അല്ലാഹുവേ നീ മാറ്റിമറിച്ചു തരണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب سبحانك رب العزة أما يصفون وسلام على المرسلين